ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം നമ്മളുള്ളത് UP തന്നെയാണ്. UP നമ്മളിന്നൊരു സ്ഥലം കാണാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. ഇബ്രാഹിം പട്ടി അല്ലേ, അങ്ങനെയല്ലേ? ഇബ്രാഹിം പട്ടി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ടെമ്പിളും കുറച്ച് സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് അത് കാണാൻ വേണ്ടി പോവാണ്. കുറച്ച് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് അല്ലേ? നമുക്കത് കാണാൻ വേണ്ടി അങ്ങോട്ട് പോവാം. ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ്. അപ്പോൾ നമ്മുടെ കൂടെ ഇന്ന് ആക്നൽ ഷിബു, പിന്നെ ഷിബു അങ്കിൾ, പിന്നെ നമ്മുടെ കുഞ്ഞാറ്റയുണ്ട് കേട്ടോ. അപ്പോൾ നേരെ പോവാം. യെസ്, അങ്ങനെ നമ്മൾ ഇബ്രാഹിം പട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നതിൻ്റെ സൈഡ് വഴികളിലുള്ള ഭംഗിയാണ് കേട്ടോ ഈ കാണുന്നത്. ഫുള്ള് വയൽ നല്ല പച്ചപ്പായിട്ട് നിൽക്കാട്ടോ ഫുള്ള്. അതെന്താ ഞാൻ അപ്പുറത്ത് കാണുന്നത്? കടുക് എണ്ണ ഉണ്ടാക്കുന്ന കടുക് അല്ലേ? പിന്നെ ഗോതമ്പ്. കൈയൊന്നും അങ്ങനെ പുറത്തേക്ക് ആവറിടണ്ട, അപ്പുറത്ത് കൂടെ പോകുന്ന വണ്ടിക്കാർ കൊണ്ടുപോകും കൈ. കണ്ടോ കൊച്ചിന്റെ കോലം കണ്ടോ? മുടി വെട്ടാനായി ഇല്ല കുഞ്ഞാറ്റെ? ക്ലിപ്പ് കുത്താൻ വേണ്ടി. കൊച്ചിന് കിടക്കണം എന്ന് പറഞ്ഞ പോരി കൊടുത്താട്ടോ. ഓക്കെ, ഇതൊരു കട്ടക്കളാണ് കേട്ടോ. കണ്ടോ കട്ട ഇങ്ങനെ അടുക്കി എന്തോരം വെച്ചേക്കുന്നത്. കമ്പനീന്റെ പേര് കണ്ടോ? കമ്പനീന്റെ പേരാണ് കച്ച് ചെയ്തിട്ടുണ്ട്. ഇതൊരു എഹർദാൾ എന്ന് പറഞ്ഞ ഒരു തരം പരിപ്പാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പരിപ്പ് പോലത്തെ ഒരു പരിപ്പ്, സാമ്പാർ പരിപ്പ്. ഇവിടെ കുറെ വെറൈറ്റി പരിപ്പുകൾ ഉണ്ട് കേട്ടോ. ഇതുണ്ടോ നമ്മുടെ നാട്ടിൽ കിട്ടാത്ത സൈസ് പരിപ്പുകൾ വരെ ഇവിടെ ഉണ്ട്. നമുക്ക് പോവാം. അപ്പൊ നമ്മൾ അങ്ങനെ വണ്ടി സൈഡാക്കി. മതിയടാ പറയാൻ പറ്റില്ല ഇവിടെ ആരൊക്കെ വരുന്നത്. അതെ, ഇവിടുത്തെ ഒരു മെയിൻ പ്രത്യേകത എന്താണെന്നറിയോ? നമുക്ക് എവിടെ വേണേലും വണ്ടി കൊണ്ടുപോയി ഇതേപോലെ സൈഡിലൊക്കെ ആക്കി അങ്ങനെ നിർത്താം. ഇവിടെ ചിലവർ റോട്ടിൽ വരെ നിർത്തിയിട്ട് പോകും. അതൊന്നും വിഷയമല്ല, അതാണ് മെയിൻ അട്രാക്ഷൻ. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഇബ്രാഹിം പട്ടി ശിവമന്ദിർ കേട്ടോ. സാധാരണ ഇങ്ങനെ ഒരു അമ്പലം ഞാൻ ആദ്യമായിട്ടാണ്. ഇവിടെ ഇങ്ങനെ ഒരു ഷേപ്പേ അല്ല. 5 കിലോമീറ്റർ അല്ലേ ഉള്ളൂ അവിടെ നിന്ന് ഇങ്ങോട്ട്. ഇതുവരെ കണ്ടില്ല. എത്ര വർഷമായി നീ UP വന്നിട്ട്? ഇങ്ങനെ അടിക്കുന്ന പണിയൊക്കെ ഉണ്ട്. ആണോ? നമുക്ക് ഉള്ളിൽ കയറി നോക്കാം. ശരിക്കും ഉണ്ടല്ലോ, ഇതൊരു സൗത്ത് ഇന്ത്യൻ ടെമ്പിൾ എന്ന് അതിന് പറയാം. ആ ഒരു ഷേപ്പിലാണ് ചെയ്തു വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കയറിയിട്ട് കൂടുതൽ കാഴ്ചകൾ കാണാം കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ടെമ്പിളിൻ്റെ ഉള്ളുവശം വരുന്നത് കേട്ടോ. നല്ല വെയിലടിക്കുന്നുണ്ട്. എന്തായാലും അതടിച്ചു. ഇതിന് ഭയങ്കര വെയിറ്റാ. ചെറുതാണെങ്കിൽ അടിക്കണ്ടെന്നാണോ? അതിന്റെ അടിക്കുമല്ല ചെയ്യണ്ടേ? ആട്ടി വിട്. നടക്കൂല, അടിച്ചടിച്ചടിക്കുമല്ലോ. നീ അതിന്റെ അടുത്തൊരു ആയായിരുന്നു ഇങ്ങനെ. പക്ഷെ മണീന്റെ ഒച്ച ഇങ്ങനെ അല്ലല്ലോ ശരിക്കും അല്ലേ? ഞാൻ എടുത്ത് അടിച്ചോണ്ടാ. ഇവിടെയൊക്കെ ഫുള്ള് മാവാട്ടോ ഈ കാണുന്നത്. ഇതിനകത്ത് കയറണമെങ്കിൽ ചപ്പൽ വേണം. ഇവിടെ നമ്മൾ അങ്ങോട്ട് കയറണമെങ്കിൽ ചെരുപ്പ് വരണം കേട്ടോ. നമുക്ക് അങ്ങോട്ട് ഇപ്പോൾ കയറുന്നില്ല. ഇവിടെയൊക്കെ ഫുള്ള് ചെറിയ ഗ്രൗണ്ടും സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളി. ഓ, ഇതൊരു കുളമായിരുന്നു അല്ലേ? നല്ല വെള്ളം ഉണ്ടായിരുന്നു അല്ലേ? ഇപ്പൊ തുള്ളി പോലും വെള്ളമില്ല. വലിയൊരു കുളമായിരുന്നേ. കുളത്തില് വെള്ളം പറ്റിപ്പോയല്ലോ. വീഡിയോ കണ്ടപ്പോഴേ നിറച്ച് വെള്ളമായിരുന്നു. ഇവിടെ വരെ വെള്ളം. ഇതാണ് ഇവിടുത്തെ മന്ദിർ. ഇത് ഉള്ളില് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഇത് ഇവിടുത്തെ നന്ദി എന്ന് പറയുന്ന ഒരു പശു. നമ്മൾ റോഡിലൊക്കെ കാണാറുണ്ടല്ലോ, അതാണ് കേട്ടോ. അപ്പോൾ ഈ നന്ദിനോട് പ്രാർത്ഥിച്ച കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ്. ഈ നന്ദിക്ക് പുറകിൽ വേറൊരു സ്റ്റോറിയും കൂടി ഉണ്ട് കേട്ടോ. സ്റ്റോറി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ നന്ദികളെല്ലാം, ഒരു നന്ദി ജനിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നന്ദീനെ വീടിൻ്റെ പുറത്തേക്കാക്കും. അപ്പോൾ ആ നന്ദി പുറത്ത് ഇങ്ങനെ കറങ്ങി നടക്കും. അപ്പോൾ അതിൽ ഇപ്പോൾ ഈ UP യിലുള്ളൊരു ആചാരമാണ്. അപ്പോൾ ആ നന്ദി എന്ത് വെച്ചാൽ വേറെ ഏതെങ്കിലും വീട്ടിലെങ്ങാനും ചെല്ലോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ എന്തോ ഒരു ദോഷം ഉണ്ട് എന്നതിനാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ പിറ്റേ ദിവസം അവർ അമ്പലത്തിലൊക്കെ പോയി ഒരു പൂജയൊക്കെ ചെയ്യും. അപ്പോൾ ഈ നന്ദിക്ക് ഇവരിങ്ങനെ പുറത്തു കൂടി നടന്നാൽ പോലും ഇതിനെ കൊല്ലുകയോ ഉപദ്രവിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യില്ല. നന്ദിക്ക് ഇവർ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്യും. പക്ഷെ വീട്ടിൽ നിർത്താറില്ല നന്ദിനെ എന്നാണ് ഇവിടുത്തെ ഒരു വിശ്വാസം കേട്ടോ. നല്ല ഭംഗിയുണ്ടല്ലേ മേളിലേക്ക്? നമ്മുടെ തമിഴ്നാട്ടിലേക്ക് ഒരു അമ്പലത്തിന്റെ കൊത്തുപണിയും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു പൂജയൊക്കെ നടക്കുന്ന സ്ഥലം, പൂജ നടത്തുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഇത് ഇവിടെ നടപ്പറ്റൊന്നുമില്ല. മാവ് പൂത്ത് നിൽക്കുന്നുണ്ടോ? എന്തോരല്ലേ ഇവിടെ രക്ഷയില്ല.
ഇവിടുത്തെ മാങ്ങയ്ക്ക് ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ ഒരു പ്രാവശ്യം വന്നപ്പോൾ ജിത്തുനോടൊന്ന് കഴിച്ചത് ഓർമ്മയില്ലേ? കഴിച്ചത് മാത്രമല്ല, കവറി കാച്ചി കേക്ക് കൊണ്ടുപോയി കുറെ 2-3 ദിവസത്തേക്ക് ഞങ്ങളുടെ ഫുഡ് അത് തന്നെയായിരുന്നു. നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകണം കേട്ടോ. കൊച്ചിന്റെ കിരി 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 എന്നുള്ള സൗണ്ട്. കൊച്ചിന്റെ ബർത്ത്ഡേ ആണെന്ന് തോന്നുന്നുണ്ടല്ലോ. അമ്മ കേക്ക് മേടിച്ചിട്ടാണല്ലോ പോണേ. ഇത് അമ്പലത്തിന്റെ ബേക്ക് വശമാണ്, പുറം വശം ബൗണ്ടറി. ഇവിടെ ചെറിയൊരു പ്രത്യേകത ഉണ്ട് ആൻസി, അതുകൊണ്ടാണ് നമ്മളിപ്പോ ഈ ടെമ്പിളിൽ വരാനുള്ള കാരണം. അതെ, അപ്പൊ അതാണ് കേട്ടോ നമ്മൾ വന്ന അമ്പലം. രണ്ടും അതാണ്. നമ്മൾ അവിടെ ഇങ്ങോട്ട് വന്നു. പെയിന്റിങ് മാത്രം ഒരു മാറ്റമുള്ളൂ നമ്മുടെ നാട്ടിലേക്ക് അമ്പലം വെച്ച് അല്ലേ. സൗത്ത് ഇന്ത്യൻ്റെ വെച്ചിട്ട് പെയിന്റിങ്ങിൽ മാറ്റം, ചെറിയൊരു മാറ്റമുള്ളൂ. പിന്നെ ഈ ടെമ്പിളിന് വേറൊരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകതയെ കുറിച്ച് കറക്റ്റ് കാര്യങ്ങൾ അങ്കിൾ പറയും, അതായിരിക്കും നല്ലത്. ഇത് ഈ ഒരു വീട് കണ്ടോ? ഈ വീട് നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ചന്ദ്രശേഖർ സിംഗിന്റെ വീടാണ്. അദ്ദേഹം 2007 മരിക്കുന്നത്. 90കളിലാണ് അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ടിരുന്നത്. ഏതാണ്ട് 7 മാസത്തോളം ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു. അദ്ദേഹം 2007 മരിച്ചു. സമാജ്വാദി പാർട്ടിയുടെ പ്രധാനമന്ത്രിയായിരുന്നു. അത്രേ ഉള്ളൂ, അതാ വിശ്വാസം. പിന്നെ പുള്ളി നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു. ഇവിടെയൊക്കെ അത്യാവശ്യം വേണ്ട വികസനങ്ങൾ, ഇതൊക്കെ വെറും പട്ടിക്കാടായിരുന്നു. അതിനുശേഷം അദ്ദേഹം പ്രധാനമന്ത്രി ആയപ്പോഴാണ് ഈ സ്ഥലമൊക്കെ ഒന്നുകൂടെ പ്രശസ്തമായത്. പുള്ളി പണിതാണ് അമ്പലം. സൗത്ത് ഇന്ത്യൻ ശൈലിയിൽ പണിത ഒരു അമ്പലമാണ്. ഈ ടെമ്പിൾ ഇരിക്കുന്ന ഈ ഗാവിലാണ്. ഇതൊരു ചെറിയ ഗ്രാമമാണ്. നമ്മുടെ നാട്ടില് ഗ്രാമം എന്ന് പറയുന്നത് ഇവിടെ ഗാവ് എന്ന് പറയും. ചെറിയൊരു ഗ്രാമം. അങ്ങനെ ഞങ്ങൾ ഈ വീടിന്റെ ഉള്ളിലേക്ക് വന്നു കേട്ടോ. വീടിന്റെ ഉള്ളിലേക്ക് എന്ന് പറഞ്ഞാൽ ഗേറ്റ് കടന്ന് ഇങ്ങോട്ട് കയറി വന്നേ. ഇവിടെ എന്തോ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടേ. ഇതാണ് കേട്ടോ വീട്. വീട് കൊള്ളാം അല്ലേ? അത്യാവശ്യം നല്ലൊരു വീട്. ഇതെവിടെ നട്ടിയേ? ഓ, മഞ്ചാടിക്കുരു. നമ്മൾ കാണാത്ത പലതും കൊച്ചു കാണും. അവന് സൈഡ് ചവിട്ടിയിട്ടാ നീങ്ങുന്നു പോലും ഇല്ലേ. വെയിറ്റ് ഉണ്ട്. ചെറിയ ചെക്കനാണ്. ചിരിക്കുന്നൊക്കെ ഉണ്ട്. ഇതൊക്കെ എന്തോരം ലോഡുണ്ട് കേട്ടോ. എന്താ കയ്യുന്യം പറയില്ലേ? കയ്യുന്യം. അത് എന്താണ് കയ്യുന്യം? പറിക്കണോ? എന്തിനാ? എണ്ണയിലിടുന്നത് ആണോ? ആൻസിന്റെ പുറകെ ഒരാൾ ലൈൻ അടിച്ചു വരും. അയ്യേ, ഞാനാണ് ചെരുപ്പ് പോലും ഇട്ടിട്ടില്ല. അവിടുന്ന് ഇങ്ങോട്ട് കയറിയതുകൊണ്ടേ ചെരുപ്പ്. അതെന്താ പറയാ, നമ്മളിപ്പോ ശരിക്കും ടെമ്പിളിന്റെ പുറകിലാണ്. അതെ. സ്ഥലമൊക്കെ ഒരു പീസ്ഫുൾ ഏരിയ അല്ലേ? നല്ല സ്ഥലമാണ്. വീഡിയോയോ? ഫോട്ടോ എടുക്കണോ? ഇതെന്താ സാധനം എന്നറിയോ? പാൽമരാണ്. അല്ല, പാല. ഫോട്ടോ എടുക്കണം. എഴിലമ്പാലയാന്ന് തോന്നുന്നു. എഴിലമ്പാല ഓടിക്കോ? അതില് പ്രേതമുണ്ട്. എഴിലമ്പാല നിങ്ങൾ ഈ ഇല എണ്ണിയാ മനസ്സിലാവുന്നതാണ്. എട്ടുണ്ടല്ലോ. അപ്പൊ എട്ടിലമ്പാലയാ. എന്നാലും ഒരു കൊച്ചിന്റെ ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കാം അല്ലേ? ഇതുണ്ടോ? എന്തോ പൂജേന്റെ എന്തോ സംഭവമാണ് കേട്ടോ, നമുക്ക് കറക്റ്റ് അറിയത്തില്ല. ഇത് ഭദ്രകാളി അല്ലേ? അല്ലേ? അതിന്റെ ഫ്രണ്ടിൽ എന്താണ്? ഭദ്രകാളിയാണോ? ആണോ? അല്ലാന്ന് തോന്നുന്നു. ഭദ്രകാളി അല്ല, അത് നമ്മുടെ അവിടെ ചീങ്ങേരി അമ്മ എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഒരു പ്രതിഷ്ഠയാണ്. നമുക്ക് കറക്റ്റ് അറിയത്തില്ല, അതാട്ടോ ഞങ്ങൾ കറക്റ്റ് അങ്ങനെ ഡീപ്പായിട്ട് പറയാത്തെ. ഇവിടെയാണ് എന്തായാലും ഈ ടെമ്പിൾ ഒരു സംഭവം കേട്ടോ അല്ലേ? രസമുണ്ട്, ഒരു പീസ്ഫുൾ ഏരിയ. കുറവല്ലേ? ഏരിയ കുറവായിരിക്കും. ഇതെന്താ ടീമിന് എന്താ ഇവിടെ പറ്റിയേ? ഇതിലേക്ക് കറങ്ങിപ്പോവാല്ലേ? അതിലും ഇല്ല വെള്ളം. വെള്ളമൊക്കെ പറ്റിപ്പോയതാണോ? ഇതിലും ഇല്ലല്ലേ? ഇല്ല. നല്ല ശിവനാണ് കേട്ടോ. കുഞ്ഞാ, എന്ത് പരിപാടി? മീനുണ്ട് അതിനകത്ത്, എന്തോ ഇളകുന്നുണ്ട്. മീനുണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഞണ്ട്. നമ്മളിവിടുത്തെ ഒരു കരിമ്പ് ജ്യൂസ് കുടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ലേശം തണുപ്പ്. പ്ലെയിൻ മതി താങ്കളെ. എനിക്ക് ഐസ് വേണ്ട. എന്താ?
എനിക്ക് ഐസ് ഇല്ലാതെ മതി. ആ ഐസ് ഇല്ലാണ്ട് പറഞ്ഞേക്കുന്നത്. ഇത് നോക്ക്, ഇതുണ്ടോ, ഇത് നമ്മുടെ സാധാ വലിയ മോട്ടറല്ലേ അതാ. പുക തുപ്പാണ്. പക്ഷെ മോട്ടറിന് വലിയ സൗണ്ട് ഒന്നുമില്ല. ഇതോ ഇത് ഓട്ടോറിക്ഷ അല്ലേ ഞങ്ങള്? ഇത് ഡീസൽ മോട്ടറാ. അല്ല ഈ ടീം സാധാരണ അങ്ങനെ കരിമ്പിൻ ജ്യൂസ് കുടിക്കുന്നല്ലോ. ഈ ഒരു ഗ്ലാസ്സിന് ഇതിന് എത്ര ഞങ്ങള്? ഈ ഒരു ഗ്ലാസ്സിന് 10 രൂപയുള്ളൂ കേട്ടോ. അതായത് തൊലി കളയാത്തോണ്ടാണ്. 15 രൂപ എവിടെ കിട്ടും നമ്മുടെ നാട്ടിൽ? കിട്ടും 25 രൂപ. 25. ഈ കരിമ്പിന്റെ തൊലി അങ്ങ് ചെത്തി കളയാത്തോണ്ടാണ് ഈ ഒരു കളർ കേട്ടോ. കളർ കണ്ട് മേടിക്കൊന്നും വേണ്ട, നല്ല മധുരമുണ്ട് അല്ലേ? അതായത് ആ ചേട്ടനാ ഇടുന്നുണ്ടോ, അത് ഉപ്പാണ്. ഉപ്പ് എനിക്ക് പക്ഷെ അത് ഇഷ്ടമല്ല. സാധാ ഉപ്പല്ല. എനിക്ക് പക്ഷെ അത് ഇഷ്ടമല്ല. കാലാ ഊതി കുടിക്കുന്നത് അങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ കടകളുണ്ട് കേട്ടോ. പത കുടിക്കുന്നില്ലോ. ഓരോ ഗ്രാമത്തിന്റെ സൈഡ് ഭാഗങ്ങളാണ് കേട്ടോ. നല്ല പുല്ലൊക്കെ ഇട്ട് കൊടുത്തേക്കുന്നുണ്ടോ കുഞ്ഞാറ്റെ? ദേ ഇങ്ങോട്ട് നോക്ക്, കറക്റ്റ് കണ്ടോ? കൊള്ളാം. ഇവിടെ കുറെ ഗോതമ്പൊക്കെ വിളഞ്ഞ് നിൽക്കുന്ന കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടെ സൂര്യന്റെ വെളിച്ചവും ആ പച്ചപ്പും എല്ലാം കൂടെ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. റോഡ് സൈഡില് ഫുള്ള് ഈ ചാണാൻ ഇങ്ങനെ ഉണക്കാൻ വെച്ചിട്ടുണ്ട് അല്ലേ? അത് മെയിൻ ആണ് ഇവിടുത്തെ മെയിൻ. അമ്പ അത് കൂന പോലെയൊക്കെ വെച്ചേക്കുന്നത്. അല്ല നമ്മുടെ ബയോഗ്യാസ് അല്ലേ? ഇത് ഭയങ്കര ചൂടാട്ടോ. ഇങ്ങനെ കളിയാക്കി പറയുന്നുണ്ടെങ്കിലും ഈ സാധനം അടിപൊളിയാണ്. അതുമല്ല തണുപ്പ് വരുന്ന സമയത്തെ ഏറ്റവും ഉപകാരമുള്ള ഒരു സാധനമാണ് ഇത്. കൂട്ടിയിട്ട് കത്തിച്ചു കഴിഞ്ഞാൽ നല്ല ചൂടായിരിക്കും. എത്ര സമയം നിൽക്കും നമ്മുടെ കനല് പോലെ കിടക്കും. നീറി ചൂടാവൂലേ? പിന്നെ ഇതിനകത്ത് റൊട്ടി ഉണ്ടാക്കും. പിന്നെ അതുപോലെ ബാക്കി സാധനങ്ങളൊക്കെ ഫുഡ് പുഴുങ്ങി ചുട്ടെടുക്കുന്ന സാധനങ്ങളില്ലേ, അതൊക്കെ ഇതിനകത്ത് ചെയ്യുന്നത്. ഇവരെ ഒട്ടുമിക്ക തന്തൂരിക്ക് വിൽക്കാൻ വെച്ചേക്കുന്നത്. നീണ്ടിരിക്കുന്നൊക്കെ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത് അല്ലേ? ഇവിടെ വേറൊരു കാര്യം ഉണ്ട് നാൻസി, റോഡ് എന്തോരം നേരെ ഇങ്ങനെ നേരെ കിടക്കും. സ്ട്രെയിറ്റ് ആണല്ലേ? യുപിയിലെ ഏറ്റവും വളഞ്ഞ റോഡ് ഇത് മാത്രമേ ഉള്ളൂ. ഇത്രയും വളവുണ്ട്, ബാക്കിയൊക്കെ പക്കാ സ്ട്രെയിറ്റ് റോഡാണ്. അല്ല നിർത്തി തന്നില്ലെന്ന് പറഞ്ഞാലേ നമ്മളാണ് ആദ്യം അതിന്റെ അടുത്ത് എത്തിയത്. എന്നിട്ട് 1 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് വരുന്ന ആള് ലൈറ്റ് ഇട്ടെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം നിർത്തി കൊടുക്കണ്ടേ. ചുമ്മാ ഒന്നും റോളൊന്നും ഇല്ല, ചുമ്മാ അങ്ങ് ഓടിച്ചു പോകുന്നു, അത്രേ ഉള്ളൂ. ഒരു സുഖം. അപ്പൊ ഞാൻ തൊട്ട് നേരത്തെ പറഞ്ഞ ആ നന്ദിയാണ് ഈ നടന്നു പോകുന്നത് കേട്ടോ. എന്റെ പൊന്നു, വണ്ടി ഒന്നൊരു തോണ്ടി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി പറമ്പി കിടക്കുമല്ലേ? വലിയല്ലേ എന്റെ അമ്മോ, അതിന്റെ മോനെയൊക്കെ കണ്ടോ? പക്ഷെ ഒരു പാവമാണ്, ക്രൂരത്വം ഇല്ലെന്ന് തോന്നൂല. ക്യൂട്ട്നെസ് വാരി എറിയുന്നുണ്ട് അത്. ഇതെല്ലാം ഓരോ വീടുകളാണ് കേട്ടോ. ഇവിടുത്തെ മെയിൻ എന്ന് പറഞ്ഞാൽ മുന്നിൽ കണ്ടോ എരുമകളും കാര്യങ്ങളൊക്കെ, അവരുടെ ഉള്ളിലേക്ക് അവരുടെ വീടും കാര്യങ്ങളൊക്കെ ചാണാനൊക്കെ സൈഡിൽ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നു. യുപിയിൽ കൂടുതലും കാണുന്ന ഒരു കാഴ്ചയാണല്ലോ അതിലെ. പക്ഷെ കുറെ നല്ല വീടുകളും ഉണ്ടാവും. ഇവിടെ ഈ സൈഡ് തേക്കാത്ത വീടുകൾ കുറവാന്ന് തോന്നുന്നു അല്ലേ? അല്ല തേക്കുന്ന വീടുകൾ കുറവല്ലേ മൊത്തത്തില്? ഫ്രണ്ട് മാത്രം ചില വീടുകളിലേക്ക്. അവർക്ക് ബുദ്ധിയുണ്ട്, കാരണം വീടിന് അങ്ങനെ പൈസ മുടക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? പിന്നെ കൂട്ടുകുടുംബമായിരിക്കും. കൊറേ ആൾക്കാരുണ്ടാവും അല്ലേ? അവൻ മുടക്കട്ടെ ഇവൻ മുടക്കട്ടെ എന്ന് പറയും. ഇത് തട്ടി പിടിച്ചൊരു വീടങ്ങ് നോക്കും, എവിടെയെങ്കിലും ഒന്ന് കയറി കിടക്കണം, അത്രേ ഉള്ളൂ അല്ലേ? ഒരു വീടങ്ങ് തട്ടിക്കൂട്ടും. അത് 2-3 തലമുറകളാണ് പിന്നെ അത് ഉപയോഗിക്കുക. അതല്ല, ആദ്യത്തെ തലമുറയിലെ തറ കെട്ടിയിടും, രണ്ടാമത്തെ തലമുറ ഭിത്തി കെട്ടും, 3ാമത്തെ തലമുറ തേക്കും. അതാ, ഒന്നിച്ചൊരു പെയിന്റ് അടി ഒന്നും നടക്കത്തില്ല. അതിനുള്ള വരുമാനം അവർക്ക്. ഇവിടെ ദിവസം എത്ര കൂലിയുണ്ട് പണിക്കാർക്ക്? 350, 200, 350. ഓ അത്രേ ഉള്ളൂ അല്ലേ? ഓ അതൊരു കൂട്ടുകുടുംബമാണല്ലോ, വമ്പം കുടുംബം, വമ്പം വീട്. അതായത് മിക്ക ജോലിക്കും ഒരു 5000 രൂപ, ഒരു 4000 രൂപ, 5000 രൂപ കൊണ്ട് ശമ്പളം ഇല്ല. ഏത് ജോലിക്ക് പോയത്? ടീച്ചർമാർക്കോ നമ്മുടെ സ്കൂളിലുള്ള? നമ്മുടെ സ്കൂളിൽ 4000 മുതലുണ്ട്. ഓ 4000 രൂപയാണ്. 4000 മുതൽ 15000 ആണ് ഏറ്റവും കൂടുതൽ. 15000 25 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള അവർക്കാണ് 15000 രൂപ. 15000. ചെറിയൊരു ഗ്രാമത്തിന്റെ ചെറിയൊരു ടൗൺ അല്ലേ? മീനൊക്കെ കൊണ്ടിട്ടേക്കണോ? കുഞ്ഞു കുഞ്ഞു പരട് പോലത്തെ മീനുകൾ. എനിക്ക് തോന്നുന്നു ഈ തോട്ടിൽ നിന്നൊക്കെ പിടിക്കുന്നതായിരിക്കും. ഇവിടെയൊക്കെ ഇങ്ങനെ കടകൾ സാധനങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് അവിടെ ഇങ്ങനെ മൈക്കും വെച്ചേക്കുക. പറയേണ്ട ആവശ്യമില്ലല്ലോ.
ഇന്ന വിലക്ക് ഇന്ന സാധനം, ഇന്ന വിലക്ക് ഇന്ന സാധനം. പെമ്പിള്ളേരൊക്കെ കടയിലൊക്കെ നിക്കുന്നേ. ആ കൊച്ചെന്തോ മിച്ചർ കടയിൽ എന്തോട്ടോ നിക്കുന്നേ. കടകളൊക്കെ എങ്ങനത്തെയാന്ന് കണ്ടോ? കുഞ്ഞ് മറ്റേ ഓലപ്പര റോഡിലേക്ക് ഇറക്കി വെച്ചേക്കുന്നതാണ്. ഇത് റോഡിന്റെ വീതി ഇതൊന്നും അല്ല. വലിയ റോഡാലേ. വലിയ റോഡായത്. ഇവിടുത്തെ റോഡ് കയ്യേറി നിൽക്കുന്നതാണ്. ഫുള്ള് പാടങ്ങളാട്ടോ. നമ്മൾ പോകുന്ന സൈഡ് മുഴുവൻ ഇത് കണ്ടോ, നല്ല മഞ്ഞ കളറായിട്ട് നിൽക്കുന്നത് കണ്ടോ. നമ്മുടെ കടുക് കൊറേ ആയിട്ടിങ്ങനെ ഒരു ഏരിയ ഇപ്പൊ ആദ്യമായിട്ട് കാണുക അല്ലേ? ബാക്കിയേ രണ്ട് സൈഡും കടുകും ഗോതമ്പും. അതിൽ ഗോതമ്പ് വിളഞ്ഞു നിൽക്കുന്നതാണ് നല്ല ഭംഗിയുണ്ട്. നമുക്ക് ഗോതമ്പ് വിളഞ്ഞു നിൽക്കുന്ന ഏതെങ്കിലും സ്ഥലം കാണുമ്പോ ഇറങ്ങാം. ആയിട്ടില്ലടി. അല്ല അങ്ങനെയല്ല, ഉണ്ടായി നിൽക്കുന്ന ഗോതമ്പ് ഉണ്ടായി നിൽക്കുന്നത് അത് വേണേ നോക്കാം. അത് ഇവിടെ തന്നെയുണ്ട്. ഉണ്ടോ? എവിടെ? ഞാൻ കാണിച്ചു. ഇച്ചിരി ബേക്ക് പോകണം. അപ്പോൾ അതായത് പറഞ്ഞു തീരുന്നതിന് മുമ്പ് നമുക്കത് കിട്ടി കേട്ടോ. ഇത് നോക്കി വണ്ടി എങ്ങനെ വെച്ചേക്കുന്നത് നോക്കി. റോട്ടിൽ കണ്ടോ, ഇങ്ങനെ വെച്ചാലും ആരും ഒന്നും ഇവിടെ പറയില്ല. പോലീസുകാർ പോലും വന്ന് നമ്മുടെ അടുത്ത് വണ്ടി എടുത്ത് മാറ്റുക എന്നൊരു വർത്താനം ഇങ്ങനെ പറയില്ല കേട്ടോ. വേറെ ഒന്നുമല്ല, ഇവിടെ അങ്ങനെയാണ് പണ്ട് തൊട്ടേ ഉള്ളൊരു ശീലം. ഇത് നോക്കിയേ ഗോതമ്പ്. ഇത് പുതിയതായിട്ട് കട്ട വിരിച്ചേക്കുന്നത് കേട്ടോ. ഇൻ്റർലോക്ക് പോലെ കട്ട വിരിച്ചേക്കുന്നത്. അത് പൊളിച്ച് ഓക്കെ. ഗോതമ്പ് അങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് നല്ല രസമാട്ടോ. അതാണ് പൊളി. അപ്പുറത്തേ മറ്റേ കടുകില്ലാത്തൊരു കളിയില്ല. ഇത് കൂടുതലും സ്വന്തം ആവശ്യത്തിന് വേണ്ടിയുള്ള കടുക് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇനി നമുക്ക് മെല്ലെ പോവാം അല്ലേ. ഹാൻസിക്ക് ബേക്കിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല, അതാണ് ഹാൻസി ഇറങ്ങാത്ത കേട്ടോ. കെട്ടിക്ക് നമ്മൾ വിചാരിക്കും നമ്മൾ മാത്രമേ ഇങ്ങനെ നിർത്തുള്ളൂ എന്നേ. ലോറിക്കാർ വരെ റോഡ് സൈഡിൽ ഒട്ട് സൈഡാക്കാണ്ട് ഇതേപോലെ നിർത്തിയിട്ട് പോവും. അപ്പം ഇനി നമുക്ക് മെല്ലെ പോവാം. എന്നാ ഗോതമ്പടി പൊളി. പോവാം. ഇതാണ് മജുവാര അല്ലേ? മജുവാര ടൗൺ ആണ് ഇത്. നല്ല തിരക്കുണ്ടല്ലോ. നമ്മള് കഴിഞ്ഞ ദിവസം വരെ ടൗൺ അല്ലേ ഇത്? അത് തന്നെ. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, എന്തു പാടിയതൊന്നും ക്ലിയർ ആയില്ലല്ലോ. നല്ല പാട്ട് കേട്ടോ, കൊള്ളാം. ഞാൻ പറയുമ്പോഴേ കുത്തിക്കേറ്റി ഇങ്ങനെ പോവൂലേ. അല്ല, ഞാൻ പറയുമ്പോ ഇവന്മാരൊക്കെ ഒന്ന് റോട്ടിൽ നോക്കുകയാണെങ്കിൽ ഇത്ര ബ്ലോക്ക് ഉണ്ടാവില്ല അവിടെ. അവന്മാര് വേറെ എവിടെയോ നോക്കിയ വണ്ടി ഓടിക്കുന്ന തോന്നുന്നേ. എല്ലാത്തിനും തല ഇങ്ങനെ ചെരിഞ്ഞിരിക്കും ഫോൺ പിടിച്ചിട്ടേ. ഇതൊരു മീൻ കുളമാണ് കേട്ടോ. ഇവിടുന്ന് അപ്പൊ മീനെ പിടിച്ച് വിൽക്കുവോ? മീൻ പിടിച്ച് വിൽക്കും. അത് ഇവിടുത്തെ മീൻ ഇച്ചിരി ഡിമാൻഡ് കൂടുതലാണ്. അതെന്താ? ഇവിടുത്തെ മീൻ അധികം വേസ്റ്റ് ഇല്ലെന്നാണ് ആൾക്കാർ പറയുന്നത്. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ള വേസ്റ്റുകൾ ഒരുപാട് വരും. വേസ്റ്റ് കുറവല്ലേ. പക്ഷെ കൊറേ ഏരിയ ഉണ്ടല്ലേ. ഇവരെ സംബന്ധിച്ചോളം ശുദ്ധമായ കുളമായത്. ശുദ്ധമായ കുളം അല്ലേ. ആ വീട്ടിലെ വേസ്റ്റ് ഒക്കെ ഈ വെള്ളത്തിലാണ് കിടക്കുന്നത്. അപ്പുറത്തെ ആ കുളത്തിന്റെ അപ്പുറ സൈഡ് കണ്ടാ ഇതിത്തെ ഒരു മീൻ പോലും നമ്മൾ കഴിക്കൂല. പ്രോട്ടീൻ ആണല്ലേ അതൊക്കെ. ഹൈ പ്രോട്ടീൻ ആണല്ലേ. ഹൈ പ്രോട്ടീൻ ആണ്. മീനിന് പ്രോട്ടീൻ ആണ്, നമുക്കും ഒരു പ്രോട്ടീൻ ആണെന്ന്. വീടുകളൊക്കെ ഉണ്ടല്ലേ, വലിയ വലിയ വീടാണെങ്കിൽ പോലും തേച്ചിട്ടില്ല. വലിയ പണക്കാരൊക്കെ കുറച്ചും കൂടി ഒരു ഹൈ ലെവലിന്റെ മേളിൽ നിൽക്കുന്നവരെ വീട് തേക്കുള്ളൂ. അതെ, പാവങ്ങളൊന്നും വീട് പോലും തേക്കൂല. ആൻസി, ഇപ്പൊ നമ്മളൊരു ഓട്ടോറിക്ഷ ഓവർടേക്ക് ചെയ്യും. ആ ഓട്ടോറിക്ഷയിൽ എത്ര ആൾക്കാരുണ്ടെന്നൊന്ന് എണ്ണാൻ പറ്റുമോ? 10-15 പേരെ മേളിലില്ലേ? ഉണ്ടല്ലേ. 10-15 അല്ല, നമ്മുടെ നാട്ടിലേക്ക് ഇപ്പൊ ഇത്ര പേരെ പോകാവുള്ളൂ എന്ന് വരെ ഉണ്ട്. പെർമിറ്റ് ബാക്കിൽ നമ്മളെ ഈ ലഗേജ് വെക്കുന്ന സ്ഥലല്ലേ, അവിടെ 4 പേര് ഇരിപ്പുണ്ട്. അവിടെ ഫ്രണ്ടിലത്തെ പിന്നത്തെ സീറ്റിൽ 5ഉം അതിന് ഇങ്ങോട്ട് 4, 9 പേര്. 9, 4. പിന്നെ ഡ്രൈവർ ഇടത്തും വലത്തും ഓരത്തെ. ഇനിയും കൈ കാണിച്ചാൽ ഇനിയും കിട്ടും. 10 രൂപ ഉള്ളു വണ്ടിക്കൂലി അല്ലേ? 5 രൂപ. ഓ, നമുക്ക് 5 രൂപന്റെ ഒക്കെ കാലം എപ്പോഴോ കഴിഞ്ഞു. 5 രൂപയ്ക്ക് പോലും കിട്ടില്ല. ഓട്ടോ വിളിച്ചാരും പോലല്ലേ. അങ്ങനെ വിളിക്കുന്നവർക്കിട്ട് പണിയും കിട്ടുമായിരിക്കും. ഓട്ടോ വിളിച്ച 500-600 ഒക്കെ പറയും. ഭയങ്കര പൈസ പറയും. കാരണം അത് കിട്ടും അവർക്ക്, അതിനുള്ള ഓട്ടം കിട്ടും. ഇവിടുന്ന് ഒരു ഓട്ടോ വിളിക്കാൻ 500 രൂപ, 600 രൂപ, 500 രൂപ, 500-600 ഒക്കെ പറയും. പോലീസുകാർ വരെ ഇവിടെ ഇങ്ങനെയാ വണ്ടി ഓടിക്കുന്നത്.
ഇത് കണ്ടില്ല ആൻസി, പശുവാണ് മെയിൻ. പോത്തും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. എരുമകൾ. എരുമപ്പാൽ ഉപയോഗിക്കും അല്ലാണ്ട് ഇവിടെ. എരുമപ്പാലിന് നല്ല ഗുണാന്നല്ലേ പറയുന്നത്. അങ്ങനെ നമ്മൾ തിരിച്ച് ഇവിടെ എത്തിട്ടോ. ഇനി എന്താ പരിപാടി? അതെ, ഞാനിരിക്കണ സ്ഥലം ഒന്ന് പോയി. ഞാൻ ഇരിക്കുന്ന സ്ഥലവും ചേട്ടൻ ഇരിക്കുന്ന സ്ഥലവും ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ചേട്ടൻ ഇരിക്കുന്ന സ്ഥലത്ത് ഞാൻ ഇരിക്കുന്ന സ്ഥലം അത് വലിയ പൊടിയൊന്നുമില്ല. ചേട്ടൻ ഇരിക്കുന്ന സ്ഥലത്ത് ഭയങ്കര പൊടിയാ. നീ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ടോ? ഞാനല്ലേ ഇറങ്ങുന്നുള്ളൂ. എങ്ങോട്ട്? നീ പുറത്തേക്ക് ഇറങ്ങുമ്പോ എടുക്കാൻ കൂടുതൽ ഞാനല്ലേ. ഇവിടെ കൊക്കോ ഉണ്ടായിരുന്നല്ലോ. കൊക്കോ കുഞ്ഞറ്റേം പോയി തോന്നുന്നു. നമുക്കേ എന്തായാലും വണ്ടി നമ്മൾ നിർത്തി, നമുക്ക് ഒന്ന് പൊടി ഒന്ന് വലിക്കാം, പൊടി മാത്രം. എന്നിട്ട് പുറമേ ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകിവിടാം, വെള്ളം താളിച്ചു വിടാം. ഓക്കെ. മെഷീൻ എടുക്ക്. ഞാൻ തപ്പട്ടെ. അപ്പൊ അങ്ങനെ നമ്മുടെ വാക്യൂം ക്ലീനർ എടുത്തു കേട്ടോ. നമ്മളിത് മേടിച്ചപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു ഇത് വെറുതെ നിങ്ങൾ കാശ് കളഞ്ഞു, സാധനം വെറുതെയാണ്, പെട്ടെന്ന് നാശമായി പോകുമെന്ന് പറഞ്ഞു. ഇതുവരെ യാതൊരു കംപ്ലൈൻറ്റും ഇല്ല കേട്ടോ. നമ്മൾ വീഡിയോ കാണിക്കാതെ തന്നെ ഒരുപാട് വലിച്ചിട്ടുണ്ട്. സ്റ്റാർട്ടാക്കാൻസി, സ്റ്റാർട്ടാക്കി. ഇതാണോ സ്റ്റാർട്ടാക്കല്? വണ്ടി കയറിക്ക്. ആഹാ, എന്നിട്ട് ക്ലച്ച് മൊത്തം ചവിട്ടെ. ഈ വണ്ടിക്ക് ക്ലച്ച് ചവിട്ടിയാലേ സ്റ്റാർട്ട് ആവുള്ളൂ. എന്റെ ദൈവമേ, തോന്നാളും പഠിപ്പിച്ച ചാലാരായിപ്പോ. അങ്ങ് അറ്റത്ത് കാണുന്ന ആക്സിലേറ്റർ ആണ്, അത് ചവിട്ടുമ്പോൾ വണ്ടി സ്പീഡിൽ പോകും. നടുക്കത്തെ ബ്രേക്കാണ്, അത് ചവിട്ടിയാൽ വണ്ടി നിൽക്കും. അത് മൊത്തം ചവിട്ട് ഫുള്ള്. എന്നെ മനസ്സിൽ ധ്യാനിച്ച് ചവിട്ടിക്കോ. എന്നോടുള്ള ദേഷ്യം, സകല ദേഷ്യം. ഇനി താക്കോല് തിരികെ. അതൊക്കെ കറക്റ്റ് തന്നെ. അത്രയും തിരിക്കരുത് കേട്ടോ. സ്റ്റാർട്ടായി കഴിഞ്ഞ് പിന്നെയും തിരിക്കരുത്. കാലെടുത്തോ. ഇനി നമ്മുടെ ക്യാമറ, ഇതാണ് നമ്മുടെ ക്യാമറ കേട്ടോ. അപ്പൊ നമ്മുടെ ക്യാമറ അങ്ങോട്ട് ഊരിയിട്ട് ഇവനെ അങ്ങ് കുത്തുക. അതാകുമ്പോ ബാറ്ററി തീരും എന്നുള്ളൊരു പേടി വേണ്ട. ഞാൻ അങ്കിളാണോ നിന്റെ? അങ്കിളിനെ വിളിക്കുന്നത് ഇവളാ. അവിടെ എത്തി. അപ്പൊ പൊടി പോകുന്നില്ലേടി? ഇപ്പോഴും നമ്മളിത് മേടിച്ചിട്ട് എത്ര കാലമായില്ലേ? പോരുന്നേ മുമ്പ്. ആ കൂടിയിരിക്കുന്ന പൊടിയൊന്ന് വലിച്ചേ. ഓക്കെ. അപ്പോൾ വണ്ടീൻ്റെ ഉള്ളൊന്ന് നമുക്ക് വൃത്തിയാക്കാം കേട്ടോ. ബാക്കൊക്കെ ഞങ്ങൾ വൃത്തിയാക്കി വെച്ചേക്കാണ്. കാരണം എന്താണെന്നറിയോ, നാളെ നമ്മൾ ഇവിടുന്ന് തിരിക്കും, നാട്ടിലേക്ക് തിരിക്കും. ബ്രഷ് നമ്മൾ ഉദ്ദേശിച്ച ബ്രഷ് കേട്ടോ. അതെന്തിനാ ഇപ്പം ഇടുന്നേ? കൈയിലൊക്കെ ഗ്രീസായില്ലേ? അപ്പം ഇട്ട് തരാം. അപ്പോൾ നമ്മൾ ഇവിടെ വണ്ടി ഇട്ട് കഴുകാന്ന് വെച്ചാൽ ഇവിടെ കൊണ്ടു നിർത്തി കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരും പറഞ്ഞു ഇവിടുത്തെ ഒരുമാതിരി പശപശപ്പുള്ള മണ്ണാണ്. അപ്പോൾ ഇവിടെ ഇട്ട് കഴുകി കഴിഞ്ഞാൽ ആ ചെളി മുഴുവൻ വണ്ടി പിടിക്കും. അപ്പോൾ നമ്മൾ വണ്ടി അത് അങ്ങോട്ട് എടുത്തിട്ടിട്ട് അവിടെ കേട്ടോ വണ്ടി കഴുകാൻ പോകുന്നത്. വണ്ടി കഴുക്കെന്ന് പറഞ്ഞാൽ വലിയ കാര്യത്തിലുള്ള കഴുക്കൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ച് ഒന്ന് തൂത്തുവിടും, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ പോയിരുന്ന് കഴുകാം. ചേട്ടൻ അതിപ്പോൾ മേത്ത് തന്നെ പിടിച്ചോണ്ട് പോകും, ചേട്ടൻ കൂടെ കുളിച്ചേനെ. പക്ഷെ അടിച്ച് കഴുകുമ്പോൾ അറിയാൻ നല്ല ചെളി ഉണ്ട് ഒഴുകുന്നുള്ളത് കണ്ടാ. പക്ഷെ വേറൊരു കാര്യം ഞാൻ പറയട്ടെ, വലിയൊരു കഴുക്ക് കഴുകേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വിളിപ്പിച്ചു വിടുവല്ലേ. അത് മതി. കാരണം എന്താ അറിയോ, ഇന്നലെ ഇങ്ങോട്ട് വന്നപ്പോഴല്ലേ നമ്മൾ വണ്ടി കഴുകിയത്. അത് സത്യം. ചെളി സൈഡിലൊന്നും അല്ല ചെളിയുള്ള, മുന്നിലാ, മുമ്പിലല്ല, ബേക്കില്. നല്ല പൊടി ഉണ്ട് കേട്ടോ. പൈപ്പ് പൊടി ഇല്ലല്ലോ. ഇതുണ്ട് ഇവിടുന്ന് ഇങ്ങനെ ഒഴുകുന്ന കറക്റ്റ് അറിയാം. കണ്ട, അതാ പൊടിയാ. പൊടി വേണ്ട, ഒന്നും ഇടണ്ട, ചുമ്മാ കഴുകിയിടാം. അല്ല അത് പക്ഷെ ചിലപ്പോ അലമ്പാവും. ആ ഡോർ അടഞ്ഞായിരുന്നോ? അടഞ്ഞായിരുന്നല്ലേ. ഞാൻ വലിയ കാര്യത്തിലേ ഡോർ അടഞ്ഞോ ഇല്ലയോന്ന് അറിയില്ലാത്തോണ്ട് ചോദിച്ചതാ. നല്ല ചെളി ഇളങ്ങുന്നുണ്ടല്ലോ. അടഞ്ഞില്ലേ? ഇനി അടഞ്ഞായിരുന്നില്ലേ? ഞാൻ ലോക്കയിലെ പിടിച്ചതെന്ന് തോന്നുന്നു. അടഞ്ഞാലടഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. പുള്ളി വെള്ളം കയറുമ്പോൾ അറിയാലോ. അതറിയാം. ഇപ്പോൾ വണ്ടിയിൽ ചെറുതായിട്ടൊന്ന് വെള്ളം ഒഴിച്ചിട്ടോ. പക്ഷെ ചേട്ടാ എന്നോട് പറയാൻ പറഞ്ഞ ചേട്ടി ഇവിടെ നന്നായിട്ട് ഒരച്ച് തേച്ച് കഴുകിയിട്ടുണ്ട് എന്ന് പറയാൻ പറഞ്ഞിട്ടോ. അല്ല, സത്യസന്ധമായിട്ട് പറയണല്ലോ, ചെയ്ത കാര്യം ചെയ്തു എന്ന് പറഞ്ഞാൽ മതി, ഇല്ലാത്ത കാര്യം ഇതിൽ ഉണ്ട് പറയുന്നത്. ഇതിൽ ചെളിയില്ല, പൊടി മാത്രമേ ഉള്ളൂ. ആ ചെടിയിൽ ഇത്തിരി വെള്ളം ഒഴിക്കത്തില്ലായിരുന്നോ? ചെടിയിലൊക്കെ നീ ഒഴിച്ചില്ലേ, ഞാൻ എപ്പോഴും ഒഴിക്കുന്നുണ്ടല്ലേ. അതാണ് ഒന്ന് ചാവാണ്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ അത് എപ്പോഴേ ചാവേണ്ട സമയം ചത്തേനെ. അപ്പൊ കഴുക്ക് കഴിഞ്ഞില്ലേ? കഴുക്ക് കഴിഞ്ഞു. അങ്ങനെ വണ്ടി കഴുക്ക് കഴിഞ്ഞു, ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞു, ഞങ്ങൾ കിടക്കാനുള്ള പരിപാടിയാണ്. നമ്മുടെ സാറ് ഇച്ചിരി രാത്രിയായി, ഒരു 11 മണി കഴിഞ്ഞു. സാറ് നല്ല ഉറക്കമാണ്. അപ്പോൾ നാളെ രാവിലെ നമുക്ക് പോകണം അല്ലേ? നമ്മുടെ യാത്ര നമുക്ക് നാളെ തുടങ്ങും.
അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയ വീഡിയോയും പുതിയ വിശേഷങ്ങളായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ബൈ ബൈ, ഗുഡ് നൈറ്റ്.